ഇന്നലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കൂടുതൽ അടിപൊളി ആയതുകൊണ്ട് ഇന്ന് സെയിം സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ ഇന്ന് പുറേ പോണത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ജ്യൂസാണ്, അതായത് ഷമാമും മാംഗോയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി സാധനം കേട്ടോ. ഷമാമ് മാത്രമായിട്ട് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ പൊതുവെ എൻ്റെ പെരയത്തെ ഒരാൾക്കും അത് ഇഷ്ടാവലില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇൻസ്റ്റഗ്രാം വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു റെസിപ്പി ഞാൻ കാണുന്നത്. ഇതങ്ങിട്ട് അറബി നാട്ടിൽ നിന്ന് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനമാണ്. ഇതിനെന്തോ ഒരു പരിഷ്കാരമായിട്ടുള്ള പേരുണ്ട്. ബട്ട് എൻ്റെ മെമ്മറി ഭയങ്കര സ്റ്റോറേജ് കപ്പാസിറ്റി ഇല്ലതായതുകൊണ്ട് തന്നെ ഞാൻ മറന്നുപോയി അതിൻ്റെ പേരെന്താന്ന്. അഥവാ എനിക്കിത് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ക്യാപ്ഷനിൽ കൊടുക്കട്ടോ. അപ്പോൾ ഷമാമിൻ്റെ ഉള്ളത്തെ മറ്റേ കുരുകളും സാധനങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ കാമ്പ് നേരെ മിക്സിൻ്റെ ജാർക്ക് ഇടുക. പിന്നെ ഒരു മാംഗോ, ഞാൻ ഷമാമിൻ്റെ ഹാഫാണ് എടുക്കുന്നത്, അതിക്കൊരു മാംഗോ കണക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് തിക്കായിട്ടൊരു ഷെയ്ക്കിൻ്റെ രൂപത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നല്ല കട്ടപ്പാൽ എടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് ലൂസായിട്ടാണ് അടിച്ചെടുക്കുന്നത്, കാരണം നോമ്പ് തുറക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനത്തെ കോലത്തിൽ കുടിക്കണം കേട്ടോ കുറച്ചും കൂടി ഇഷ്ടമുള്ളത്. പിന്നെ നമ്മൾ മാങ്ങയും അതേപോലെ തന്നെ ഷമാമും ഇട്ടതിന് ശേഷം പാല് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇടട്ടോ. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഞാൻ പിന്നെയും വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളം എന്നാണ് പറയുന്നത്, വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. സംഭവം ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ നമ്മൾ എപ്പോഴാണോ ഒഴിച്ച് കുടിക്കാൻ നിൽക്കുന്നത് അതിൻ്റെ മുമ്പായിട്ട് ഐസ്ക്രീം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വാനിലേൻ്റെ ഐസ്ക്രീമാണ് നല്ല അടിപൊളിയിലേക്ക് ചേരുന്നുണ്ടാവും. ബട്ട് എനിക്കിന്ന് വാനില കിട്ടാത്തതുകൊണ്ട് ഞാൻ സ്ട്രോബെറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ ഉണ്ടാക്കി പറഞ്ഞില്ലേനു, അപ്പോൾ ഞാൻ വാനില ഇട്ടീന്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സ്ട്രോബെറി ആകുമ്പോൾ ആ ഒരു ഫ്ലേവർ വേറെ വരികയല്ലേ, അപ്പോൾ ആ ഒരു ടേസ്റ്റിൻ്റെ മാറ്റമുണ്ട്. ബട്ട് വാനില എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. മീ ഗായ്സ്, ഈ ഒരു ജ്യൂസ് നിങ്ങളെ പെരയിൽ ആർക്കും ഇഷ്ടപ്പെടാത്ത പോലെ, കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നത്. അതായത് ഷമാം ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ആക്കി കൊടുത്തു നോക്കും, അവരെന്തായാലും കുടിക്കും ഉറപ്പ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് പോയിക്കോളി. പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് തേങ്ങാച്ചോറും പിന്നെ അതിക്ക് ചിക്കൻ്റെ കറിയായിരുന്നു കേട്ടോ. പിന്നെ ഒപ്പം ഒരു കട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊക്കെ ഇത്ര തന്നെ ഉള്ളടാ.